US ഭരണകൂടം H-1B വിസ ഫീസ് വർദ്ധിപ്പിച്ചത് അമേരിക്കയിലേക്ക് കുടിയേറാനായി തയ്യാറെടുത്ത ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും വലിയ തിരിച്ചടിയാണ്. യുഎസിൽ പഠനം പൂർത്തിയാക്കി H-1B വിസയിൽ ജോലി സ്വപ്നം കണ്ട നിരവധി വിദ്യാർത്ഥികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പഠനത്തിനായി പോകാൻ നിർബന്ധിതരാകുകയാണ്. H-1B വിസയ്ക്ക് $1 ലക്ഷം ഫീസ് ഈടാക്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. യുഎസിന്റെ നീക്കം ഇന്ത്യൻ പ്രൊഫഷണൽസിന് പുറമെ വിദ്യാർത്ഥികളെയും ബാധിക്കുന്നതാണ്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ലക്നൗ സ്വദേശിയായ പരിധി ഉപാധ്യായ എന്ന വിദ്യാർത്ഥി കമ്പ്യൂട്ടർ സയൻസിൽ കോഴ്സ് ചെയ്യാനായി സ്കോളർഷിപ്പോടെ അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു. വിസ ഫീസ് വർധനയെ തുടർന്ന് കുടുംബം യാത്ര റദ്ദാക്കി. കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് ഭരണകൂടം തുടർച്ചയായി നടത്തുന്ന നടപടിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ മകളെ മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കാൻ തങ്ങളെ നിർബന്ധിതരാക്കുന്നുവെന്ന് വിദ്യാർത്ഥിനിയുടെ പിതാവ് പറഞ്ഞു. ഡാലസിലെ ഒരു ഇന്ത്യൻ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി കടബാധ്യതയും അനിശ്ചിതത്വവും നിറഞ്ഞ ഭാവിയാണ് ഇപ്പോൾ നേരിടുന്നത്. എങ്ങനെയെങ്കിലും ബിരുദം പൂർത്തിയാക്കി ഇന്റേൺഷിപ്പ് കണ്ടെത്തിയ ശേഷം കടം വീട്ടുക എന്നതാണ് ലക്ഷ്യമെന്ന് വിദ്യാർത്ഥി പറയുന്നു. പിന്നീട് കാനഡയിലേക്കോ യൂറോപ്പിലേക്കോ മാറുമെന്നും വിദ്യാർത്ഥിനി കൂട്ടിച്ചേർത്തു. അമേരിക്ക സ്വപ്നം കണ്ട പല വിദ്യാർത്ഥികളും UK, ഓസ്ട്രേലിയ, അയർലൻഡ്, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന് കൺസൾട്ടന്റുമാർ പറയുന്നു. വിദ്യാർത്ഥികൾ പ്ലാൻ ബി മുൻകൂട്ടി ചോദിക്കുന്നു എന്നും കൺസൾട്ടന്റുമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ട്രംപിന്റെ ഇപ്പോഴത്തെ ഉത്തരവ് നിയമപരമായ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടെന്നും ബിരുദം നേടുമ്പോഴേക്കും കാര്യങ്ങൾ മാറിയേക്കാമെന്നും വിദ്യാർത്ഥികളെ ബോധിപ്പിക്കാൻ കൺസൾട്ടന്റുമാർ ശ്രമിക്കുന്നുണ്ട്. അതേസമയം സെപ്റ്റംബർ 21 അർദ്ധരാത്രി മുതൽ H-1B വിസ ഫീസ് വർധന നിലവിൽ വന്നു. യുഎസിലേക്ക് പുതിയതായി റിക്രൂട്ട് ചെയ്യുന്ന ഓരോ ജീവനക്കാരനും H-1B വിസ ഫീസായി $1 ലക്ഷം കമ്പനികൾ നൽകണം. നേരത്തെ $2000 $5000 ഇടയിലായിരുന്നു വിസ ഫീസ്. നിലവിൽ H-1B വിസ ഉള്ളവർക്ക് ഫീസ് വർധന ബാധകമല്ലെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരെ ഫീസിൽ നിന്ന് ഒഴിവാക്കാനും പദ്ധതിയിടുന്നുണ്ട്. വർഷങ്ങളായി എഞ്ചിനീയർമാർക്കും ശാസ്ത്രജ്ഞർക്കും ഉയർന്ന ശമ്പളമുള്ള ജോലികൾ നേടാനും സ്ഥിരതാമസത്തിനുള്ള സാധ്യതകൾ തുറക്കാനും H-1B വിസ സഹായിച്ചിട്ടുണ്ട്. 2024 71% H-1B വിസകളും ഇന്ത്യക്കാർക്കായിരുന്നു. ചൈനയ്ക്ക് 11.7% മാത്രമാണ് ലഭിച്ചത്. 2023 4,65,000 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് യുഎസിൽ പഠിച്ചത്. ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ ഉള്ളത്. കുടിയേറ്റത്തിനെതിരായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികളുടെ ഭാഗമായാണ് H-1B വിസ ഫീസിലെ വർധന. കുടിയേറ്റ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കാനും രാജ്യത്തേക്ക് വരുന്ന വിദേശികളുടെ എണ്ണം കുറയ്ക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതിലൂടെ സാധിക്കും. ഇതുവഴി H-1B വിസയ്ക്കെതിരെ യുഎസിൽ തുടരുന്ന വികാരം കുറയ്ക്കാനുമാകും. ഇതിനു പുറമെ H-1B വിസ നിയമങ്ങൾ ചില കമ്പനികൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഫീസ് വർദ്ധിപ്പിക്കാനുള്ള യുഎസിന്റെ നടപടി.